ഞാനൊക്കെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെ അത്യാവശ്യം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചതിയിലേക്ക് തള്ളിവിടും എന്നുള്ളതൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ ഒരു ബാഡായിട്ടുള്ള ഹിറ്റ് പിന്നാമ്പുറത്തുനിന്ന് ഒരു കുത്ത് കിട്ടുമ്പോഴായിരിക്കും ഓക്കെ എന്നാൽ പിന്നെ അത് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയുന്നത്. അല്ലാത്ത പക്ഷം എക്സ്പെക്റ്റ് ചെയ്യില്ല നമ്മൾ അത്രയും ക്ലോസ് സർക്കിളിൽ നിന്നൊന്നും ഒരു പിന്നിലൊരു കുത്ത് വെച്ചിരുന്നുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ സൊസൈറ്റിയിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആരുടെ കൂടെ എങ്ങനെ പുറത്തു പോയാലും ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സാവും, ആ ഫ്രണ്ട്സ് ചിലപ്പോൾ അവരുടെ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയോ നമ്മളെ പരിചയപ്പെടുത്തി തരും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ ഒരു ട്രിപ്പിൻ്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കാം. ബട്ട് നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ കാരണം നിങ്ങളെല്ലാവരും കണ്ട ഒരു ഫോട്ടോ ആയിരിക്കും ഈ ഒരു ഫോട്ടോ. ഓക്കെ, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ഇവരെ ഒരു ലോഡ്ജിൽ നിന്ന് കയ്യോടെ സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസ് എന്താണെന്ന് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം ആ വാക്ക് ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഞാനൊരു മൈലേജ് കൊടുക്കുന്ന പോലെയാവും. ഇല്ലെങ്കിൽ ഞാനിനി ആ വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് വീഡിയോയ്ക്കും സീനാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ആ ഒരു സബ്സ്റ്റൻസ് പിടിച്ചിട്ട് ഇവരെ എക്സൈസ് നിർത്തി ഫോട്ടോ എടുപ്പിച്ചതാണ്. ഓക്കെ, ഇവരുണ്ടായിരുന്ന റൂമിൽ നിന്ന്. ഈ ഒരു ന്യൂസ് ഭയങ്കര വൈറലായിരുന്നു, ഈ ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. ആ ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. കണ്ണൂർ പറശ്ശിനിയിൽ MDMA-യുമായി 2 യുവതികൾ ഉൾപ്പെടെ 4 പേർ പിടിയിൽ. മട്ടന്നൂർ സ്വദേശി ഷംനാദ്, വളപട്ടണം സ്വദേശി ജംഷീൽ, ഇരിക്കൂർ സ്വദേശി റഫീന, കണ്ണൂർ സ്വദേശി ജസീന എന്നിവരാണ് പിടിയിലായത്. അരുൺ പുപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇവർ ഉപയോഗിക്കുകയായിരുന്നോ അതോ വിൽപ്പന നടത്തുന്നവരാണോ, വിൽപ്പനയിലെ കണ്ണികളാണോ അരുൺ? ആഷ്മി, ഇവർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനിടെയാണ് എക്സൈസ് ഇവരെ പിടികൂടിയത്. പക്ഷേ ഇവർ ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണെന്ന സംശയം എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ വിശദമായ ചോദ്യം ചെയ്യൽ, ഇവരെ സംബന്ധിച്ചുള്ള പശ്ചാത്തലം ഉൾപ്പെടെ എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി പല ലോഡ്ജുകളിൽ മുറിയെടുത്ത് ഇവർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ എക്സൈസിന് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഈ പറശ്ശിനിയിലെ ഈ സ്വകാര്യ ലോഡ്ജിൽ പരിശോധന നടത്തുകയും അതിനിടെ ഇവരെ പിടിയിലാവുകയും ചെയ്തത്. ഇതിൽ 2 യുവതികളുണ്ട്. ഇവർ ഈ പെരുന്നാൾ ദിനത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം വീട്ടുകാർ വിളിക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ഫോൺ കൈമാറി ഇങ്ങനെ സുഹൃത്തിന്റെ വീട്ടിലാണെന്ന് ബന്ധുക്കളെ ഉൾപ്പെടെ, അതായത് വീട്ടുകാരെ ഉൾപ്പെടെ കബളിപ്പിച്ചാണ് ഇവർ ലഹരി മരുന്ന് ഈ ലോഡ്ജ് മുറികളിൽ പോയി ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഇപ്പോൾ എക്സൈസ് എന്തായാലും കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു ഉപയോഗം എന്നതിനപ്പുറത്തേക്ക് ഇവരിൽ നിന്ന് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം പിടികൂടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിൽപ്പന സംഘത്തിലെ കണ്ണികളാണോ എന്ന സംശയം എക്സൈസിനുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും എക്സൈസ് നടത്തുന്നുണ്ട്. ഇതാണ് ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മനസ്സിലാവുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഈ ന്യൂസ് പുറത്തു വന്ന് ന്യൂസുകാർ പറയുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു ലേഡി, ഓക്കെ, ഇതിനകത്തുള്ള ഒരു ലേഡി ഇന്ന് അവരവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റിഗാർഡിങ് ദിസ് കേസ്. ഈ കേസ് റിഗാർഡ് ചെയ്തിട്ട് റഫീന എന്ന പേരുള്ള ഈ ഒരു പെൺകുട്ടിയാണ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ സൈഡിൽ നിന്ന് പറയുമ്പോൾ ഇതൊന്ന് ലോഡ്ജ് മുറിയല്ല, ഓക്കെ, ഇതൊരു ലോഡ്ജല്ല, ഇതൊരു ഹോട്ടലാണ്. പറശ്ശിനിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോട്ടലുള്ളത്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവർ ഇനി വരുന്ന വീഡിയോയിലും എനിക്ക് അയച്ചിട്ടുള്ള ഓഡിയോയിലും ഞാൻ അവരായിട്ട് കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു വേർഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ ഈ പറഞ്ഞ പെരുന്നാളിൻ്റെ, ഓക്കെ, 2ാം പെരുന്നാൾ, 1ാം പെരുന്നാൾ കഴിഞ്ഞ് 2ാം പെരുന്നാളിന് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പുറത്തിറങ്ങുന്നത്. ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ റൂം എടുക്കുന്നു. റൂം എടുത്തതിനെ തുടർന്ന് ഇവരുടെ ID കാർഡ് വെച്ചിട്ട് ആദ്യം ഒരു റൂം എടുക്കുന്നു. അതിനുശേഷം ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ID കാർഡിൽ വേറെ റൂം എടുക്കുന്നു. ഫ്രണ്ട്സും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറേ പേര് അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ആളുകളെ ഇവർക്ക് ഈ ഫ്രണ്ട്സ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതോടുകൂടി റഫീനയും ബാക്കിയുള്ളവരും ഇവിടെ, അതായത് അവർ നിൽക്കുന്ന റൂമിൻ്റെ ലാസ്റ്റ് ദിവസം അതിൻ്റെ മോർണിംഗിൽ ഫ്രണ്ട്സിൻ്റെ റൂമിലേക്ക്, അതായത് ചെക്കൗട്ട് ചെയ്ത് പോയവർ പോയി, അല്ലാത്ത ഇവരുടെ റൂമിലേക്ക് ഫ്രണ്ട്സും ബാക്കിയുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുന്നു. വന്നതിന് ശേഷം പിന്നെ അവിടെ നടന്ന കാര്യങ്ങളാണ്. അതായത് ഈ റഫീന എന്ന് പറഞ്ഞ പെൺകുട്ടി പറയുന്നത് ഈ കുട്ടിക്ക് ഇതിനുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ കുട്ടിയുടെ വീഡിയോയിൽ ആ കുട്ടി ക്ലെയിം ചെയ്യുന്നത് അതാണ്. ഓക്കെ, ആൻഡ് ഇന്ന് വന്നൊരു അപ്ഡേറ്റ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഡ്ജ് മുറിയിൽ സബ്സ്റ്റൻസ് കൊണ്ടുവച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ആരോപണവുമായി ലഹരി കേസിലെ പ്രതി റഫീന.
റഫീന ലഹരി ഉപയോഗിച്ചിരുന്നു, കേസെടുത്തിട്ടുണ്ട്, ആരോപണം തള്ളി എക്സൈസ്. ഞാൻ ഈ ഒരു ലേഡിയായിട്ട് സംസാരിച്ച സമയത്ത് ഇവർ പറയുന്നത് ഇവർ ഉപയോഗിച്ചിട്ടുമില്ല, ഇവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവർ ഈ സാധനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചിട്ടുമില്ല, ഇവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് റൂമിലേക്ക് കയറി വന്ന 2 വ്യക്തികൾ, ആ വ്യക്തികളിൽ ഒരു വ്യക്തി എക്സൈസ് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ നൈസായിട്ട് റൂമിൽ നിന്ന് എക്സൈസിൻ്റെ മുന്നിലൂടെ തന്നെ ഇറങ്ങിപ്പോയി. ആ വ്യക്തി അവിടെ നിന്ന് ആ വ്യക്തിയുടെ ബിലോങ്ങിങ്സ് കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് അയാൾ മറന്നുപോയ ഒരു സബ്സ്റ്റൻസാണ് ഈ പറഞ്ഞ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചതും അപ്പം തന്നെ അവിടുന്ന് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇവരെ നിന്ന് കിട്ടോ കേസ് എന്ന് പറഞ്ഞ് വിട്ടതും എന്നാണ് ഈ ലേഡി ക്ലെയിം ചെയ്യുന്നത്. ഈ ലേഡി കേസായി, അത് ന്യൂസായി. അതിനുശേഷം ഇവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് എക്സൈസ് വരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയ ആ വ്യക്തിയോട് സംസാരിച്ചതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ആദ്യമേ ഇവിടെ പ്ലേ ചെയ്യാം. അവിടെ പിടിച്ചത് തീപ്പെട്ടിന്റെ ഉള്ളത്തെ സാധന. എന്റെ കെയിമിൽ ഉണ്ടായ സാധനമായിരുന്നു. എന്റെ കെയിമിൽ മിസ്സായി പോയതാത്. ബാക്കിയുള്ളതിൽ എടുക്കുമ്പോൾ ഈ സാധനം മിസ്സായി പോയി. എന്റെ മെയിനിൽ അത് ഉണ്ടായിരുന്നു. ഞാൻ 5 അപ്പാനോട് ചോദിക്കുന്നു ഈ സാധനം കൊടുത്തടാ. എന്നിട്ട് ആ ഫോട്ടാണ് ഇപ്പൊ ഈ സംഭവം. പക്ഷെ ഇല്ലേ, കാട്ടിയതോ പിടിച്ചതോ ഒന്നും തന്നെ ഞാൻ അറിവോടല്ല. കാരണം ആ ഒരു ഇത് കൊണ്ടാണ് കാട്ടിയത് വരെ എനിക്കൊന്നും മനസ്സിലാണ്. പക്ഷെ അവര് പിടിച്ചിട്ടാണ് നമ്മളെ സാധനം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കൊണ്ടുപോയി. നിന്റെ ബാഗിൽ നിന്ന് ഇത് കിട്ടിയെന്നല്ല എന്നോട് അടിച്ചേൽപ്പിച്ച് പറയാ അവര്. അഷ്റഫ് നമ്മുടെ സാധനം തന്നെയാണ് യഥാർത്ഥത്തില്. ഒരു ക്യാബിലെ പൊട്ടിയിലുണ്ടായ സാധനല്ലേ. ഒരു തീപ്പെട്ടിന്റെ ഉള്ളിൽ എന്തോ 2 പാക്കറ്റ് ആറ്റോ. 2 പാക്കറ്റാ? എന്തോ 2 പാക്കറ്റ് 1 പാക്കറ്റാ എന്തോ പാക്കറ്റ്. അവര് പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് പറയും സാധനം കിട്ടിയാനൊന്നും വേണ്ട, സാധനം കിട്ടിയെന്നിട്ട് തുടങ്ങി അവര് വീഡിയോ എടുക്കാൻ. ഏതാ പെട്ടിണ്ടത്? എനിക്കറിയില്ല. ഒരു കട്ടിന്റെ ആ സൈഡിലാണ് തീപ്പെട്ടി ഉണ്ടായത്. ഞാൻ പറയാം. ചിപ്പി നിർത്തിക്കോണേ, എനിക്കിന്റെ ബാക്ക് പോണ്ട ചിപ്പി. എന്തായാലും മൊത്തം നാറിയില്ലേ. എനിക്കിന്റെ ബാക്ക് പോയാൽ 15 കൊല്ലം നമ്മൾ കടക്കണ്ടെല്ലാം വരുമ്പോലും ഉള്ളില്. ഇപ്പൊ അർഫാത്ത് തൻസീറെല്ലാം കൂടി എന്നെ ഇപ്പം വിളിച്ചിനി. എന്തിനാ ചിപ്പി കളിക്കുന്നത്? മതി നിർത്തിക്കോണം. എന്തായാലും നമ്മൾ കുടുങ്ങി. ഇനി എന്ത് ചെയ്യാൻ? നമ്മളെ കൂടെ പിടിച്ച് ഓനില്ലേ, അവരെ വിളിച്ചിട്ട് പറഞ്ഞു പോലും ഓളോട് അത് നിർത്താൻ പറ, എന്തിനാ അതിന്റെ ബാക്കിൽ പോന്നെ, ഓക്കെന്നെ ലാസ്റ്റ് പണി വരുന്നല്ലാന്ന് പോലും ഓനോട് പറയുന്നു. പിന്നെ പറഞ്ഞ എന്നോട് ചിപ്പിനോട് നമ്മൾ ഇന്നലെ പറയുന്നുണ്ട് നിർത്തിക്കോ, നിന്റെ ബാക്കിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഇനി ഓളിന്റെ ബാക്ക് പോകുന്നതാണെങ്കിൽ ഓൾ തന്നെയാണ് കൂടുങ്ങുക. പിന്നെ അതേപോലെ ഇന്ന നല്ല എന്തെങ്കിലും ചെയ്യും നല്ല പറയുന്നുണ്ട് ചിപ്പി. അതിനൊന്നും നിൽക്കണ്ട, നിർത്തിക്കോ. അതേപോലെ എന്നോടും പറഞ്ഞേ, നീ എന്നാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത്. ചിപ്പി എന്നെ ഇപ്പൊ തച്ചി വിളിച്ചിനി. തച്ചിയും അവരും കൂടി വിളിച്ചിട്ട് ഇപ്പം എന്നോട് പറഞ്ഞേ, ചിപ്പിനോട് പറഞ്ഞേ ഇത് നിർത്തിക്കോന്ന്, ഇതിന്റെ ബാക്കിലുള്ളോട് പോണ്ടാന്ന് പറഞ്ഞേ. പിന്നെ എന്നാണ് അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഓളെ 15 കൊല്ലം ഇനി ഓളെല്ലാം ഞാൻ കടത്തു, അതാക്കും ഇതാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് പേടി. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ ബാക്കിൽ പോയാൽ ഈ എക്സൈസ് ആറ് കുടുങ്ങും. നല്ലോണം എക്സൈസ് ആര് വിളിച്ച് പറഞ്ഞോണ്ടാണ് ഇപ്പൊ അർഫാത്തും ഇവനും എന്നെ വിളിച്ചിട്ട് നല്ലോണം പേടിപ്പിക്കലെന്ന് പറഞ്ഞാൽ എച്ചാതി പേടിപ്പിക്കല. അർഫാത്തിന്റെ പേടിപ്പിക്കലും കേട്ടാ പേടിച്ചു പോകും മോനെ. ഈ അർഫാത്താണ് മിന്നാന്ന് എന്നോട് പാവം പോലെ സംസാരിച്ചേ, ഒന്നും അറിയാത്ത പോലെ. അതുകൊണ്ട് ആ ഒരു കാര്യം എനിക്ക് ഉറപ്പാ. എങ്ങനെയാണ് നമ്മൾ ഇവരെപ്പുറം വിശ്വസിച്ചിട്ട് ആ റൂമിൽ കടന്ന് ഞാൻ അകാ ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ കോൾ റെക്കോർഡ്. ഈ പറഞ്ഞ ലേഡി ഇവരുടെ റൂമിൽ നിന്ന് എക്സൈസ് വരുന്നതിന് മുമ്പായിട്ട് ഇറങ്ങിപ്പോയ തച്ചി എന്ന് ഇവർ പറയുന്ന വ്യക്തിയുമായിട്ട് ഈ റഫീന സംസാരിക്കുന്നതിൻ്റെ വോയിസാണ്. അതിൽ ഈ തച്ചി എന്ന് പറഞ്ഞ വ്യക്തി കൃത്യമായിട്ട് പറയുന്നുണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന, അയാൾ എടുത്തുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ നിന്ന് മറന്നു വെച്ച സാധനമാണ് എക്സൈസ് വന്നിട്ട് എടുത്തിട്ടുള്ളത് എന്നും റഫീന അടക്കമുള്ള ബാക്കിയുള്ളവരെ ഇട്ടുകൊടുത്തത് ഈ തച്ചിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ അല്ല എന്നും. ഇതാണ് ഇവരുടെ ഒരു വേർഷൻ ആ ഒരു കോൺഫറൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ലേഡി റഫീന ഇന്നിട്ട വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ വീഡിയോ എല്ലാരും കണ്ടിനെന്ന് വിചാരിക്കുന്നു അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 14 ദിവസം. പിന്നെന്താന്ന് വെച്ചാല് ഒന്നിക്കിൽ എന്റെ പേരിൽ കേസെടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നൊന്നും അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ പേരിലൊരു കേസോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ്, ഞാൻ അവിടെയാണ് ഇവിടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത്. എന്നെ പോലീസുകാരും പിടിച്ചിട്ടില്ല, ഒന്നും പിടിച്ചിട്ടില്ല.
പിന്നെ ആ ഫോട്ടോ വന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ട് ഇട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് അത് ഇടിപ്പിച്ചതാണെന്നും പല ന്യൂസ് ചാനലിൽ വന്നത് നല്ല കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്കെന്ന് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന്റെ മുന്നിൽ എനിക്ക് ആരെ ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പല ന്യൂസ് ചാനലിൽ വന്നിട്ട് എനിക്കറിയില്ല, എന്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അറിയാത്ത ഒരാൾക്കാരും ഇല്ല. എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട്, എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അപ്പൊ എന്തുകൊണ്ട് എന്നെ എന്തുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല? MDMയുമായി പിടിച്ച ഒരാളെ 14 ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് എന്റെ പേരിൽ കേസെടുത്തില്ല? കേസെടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ വിചാരം. നിങ്ങൾ ഓക്കെ ഫൈൻ, ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും. ഇതിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതിന്റെ ബാക്കിലൊക്കെ നടക്കും. അതിനിപ്പൊ എന്തെന്നെ വന്നാലും എന്തിനായിക്കോട്ടെ ഇതിന്റെ ബാക്കിൽ നടക്കും. എക്സൈസ് ആരായിക്കോട്ടെ, ഈ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഇവർ ആരാണോ തെറ്റുകാരി, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? റൂം ലോഡ്ജ് എന്ന് പറയാം, അതൊന്നല്ല, ധർമ്മശാലയിലുള്ള ഒരു പൊളാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള പറശ്ശിനിക്കടവുള്ള ഒരു റൂമാണത്. ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് ഫുൾ CCTV അവിടെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. എന്തിനാ ഓഫാക്കിയത്? അവര് വന്ന് എക്സൈസുകാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞത്. അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല. എന്നെ ജയിലിലോ കാര്യങ്ങളോ കൊണ്ടുപോയ എന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറെ ഭാഗം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നെ ഇതാക്കാത്തത്, ഒന്നും നിൽക്കാത്ത. പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാ എന്നെ ആൾക്കാരെ മുന്നേ നാറ്റിക്കാം, ഇതാക്കാം, ഫോട്ടോസ് ഇട്ട് കളിക്കാം. ഓക്കെ ഫൈൻ, എനിക്ക് ഒരു കുഴപ്പമില്ല. അവരെത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ ലേഡിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ. ഓക്കെ, ഇതിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഇവരോട് ചോദിച്ചു, പല കേസുകളിലും ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ സബ്സ്റ്റൻസ് കയ്യിൽ വെച്ച് പിടിച്ച പല കേസുകളിലും ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് ചില കേസുകളിൽ പറയാറുണ്ട്, നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല, അവർ വെച്ചു, അവർ എടുത്തുകൊണ്ട് പോയി, നമ്മളെ പെടുത്തി. ഈ ഒരു സ്കീം പലതും ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇത് വെള്ളം തൊടാതെ വിശ്വസിക്കണോ വേണ്ടെന്നുള്ളത് ഇറ്റ്സ് അപ് ടു അസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ ലേഡി അവരുടെ ഫോട്ടോ വന്നു, ന്യൂസിൽ വന്നു, അവരവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പബ്ലിക്കായിട്ട് തന്നെ അവരുടെ വീഡിയോ ഇട്ടിട്ട് പറയുന്നു അവർ ചെയ്തിട്ടില്ല. ഓക്കെ, അവരുടെ കയ്യിൽ നിന്നല്ല പിടിച്ചിട്ടുള്ളത്, അവരിത് ഉപയോഗിക്കുന്നതല്ല. അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവർ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇവരെ 14 ദിവസം അകത്തിടണ്ടായി, അളവ് കുറഞ്ഞ രീതിയിൽ എമൗണ്ട് കുറവാണ് ഈ സബ്സ്റ്റൻസിന് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാമ്യത്തിന് വിടാം. നമ്പർ 1. നമ്പർ 2, ഇതിൽ ഇവർ ഉപയോഗിച്ചു എന്നൊരു ക്ലെയിമാണ് എക്സൈസുകാർ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ ബ്ലഡ് സാമ്പിൾ അടക്കം ടെസ്റ്റ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കണം ഇവർ ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് ഇവരുടെ പേരിൽ FIR-ഉം കേസ് വിട്ടിട്ടുണ്ട്. ഉപയോഗിച്ചൊരു വ്യക്തിയാണ്, ഉപയോഗിച്ചിട്ടാണ് പിടിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ സീനാണ്. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ എക്സൈസുകാർ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഈ ലേഡി SP ഓഫീസിലും എല്ലാവർക്കും, DYSPക്കും അടക്കം എല്ലാവർക്കും കേസ് ഇന്ന് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നല്ല എന്നും ഇവർ ഈ റൂമിൽ നിന്ന് പോയ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അവിടെ ആ വ്യക്തിയുടെ സബ്സ്റ്റൻസ് വെച്ചത് ഇവർ എക്സൈസുകാർ കയറി പിടിച്ചതാണ് എന്നുള്ളതിൻ്റെ കോൾ റെക്കോർഡ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അത് കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഇൻസിഡൻറ്റ് ഈ ലേഡി എന്നോട് നറേറ്റ് ചെയ്തത് കേൾക്കാം. ഓക്കെ, അവിടെ അവർ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു, 310-ലും 210-ലും. അവിടെ ഓൾറെഡി അവിടെ ആദ്യം തന്നെ അവർ 3 ആൾ, അതായത് എൻ്റെ ഫ്രണ്ടും പിന്നെ ഈ റിനാസ്, തൻസീർ എന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെ പോയി റൂം എടുത്തിട്ടുണ്ടായത്. ഞാൻ പിന്നെ ഓട്ടോയിലാണ് വൈകുന്നേരം അവിടെ പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് അന്ന് രാത്രി തന്നെ റിനാസും തച്ചും, രാത്രി നല്ല ഒരു സുബി ടൈം ആകുമ്പം റിനാസും തച്ചും അവർ വീട്ടിൽ പോയിരുന്നു. അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് വൈഫൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരവിടെ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു ഉറങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് രാത്രി എൻ്റെ വീട്ടിൽ പോകേണ്ടത് കൊണ്ട് എൻ്റെ കസിനും എൻ്റെ ഒരു ഫ്രണ്ടും ഷംനാഥ് എന്ന് പറയും, ഓൻ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓനോട് ഞാൻ കൂട്ടാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക, ഓൻ വന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ നീ അമ്മക്ക് നിന്ന് പോകണ്ട, നമ്മൾ രാവിലെ എണീച്ചിട്ട് പോവാം, നമുക്ക് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങി.
രാവിലെ തൻസീർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 2 റൂമും ചെക്കൗട്ട് ആക്കണ്ട പറയുന്നത്. താഴത്തെ റൂം, അതായത് 210 റൂമിൽ അവരെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് റൂം പൂട്ടിയിട്ടാണ് അവർ പോയത്. അപ്പോൾ ഈ 310 ചെക്കൗട്ട് ആക്കിയിട്ട് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് തൻസീർ രാവിലെ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ഞാൻ താഴോട്ട് ഞാനും ഈ ഷംനാദ് എന്ന് പറയുന്നതും ജസീറ എന്ന് പറഞ്ഞ നമ്മൾ താഴോട്ട് വന്ന് നമ്മൾ ആ റൂമിൽ നിന്നപ്പം തൻസീറിൻ്റെ കൂടെ തൻസീറിൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അയാളെ. റീനാസ് ഇല്ലായിരുന്നു, പക്ഷെ വേറൊരു ഫ്രണ്ട്, അയാളെയാണ് പിന്നെ ഒരാൾ പിടിച്ചൊരാൾ. അപ്പം അയാളെയും കൂടി ഞാൻ കണ്ട്. അപ്പം അയാളെ കണ്ട സമയത്ത് ഇതാരാന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഇതെൻ്റെ ഫ്രണ്ടാണ്, നീ ഇതുവരെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് അങ്ങനെ ഇരുന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഫുഡ് ഓർഡറാക്കി, ബിരിയാണിയും ജ്യൂസൊക്കെ ഓർഡറാക്കി വന്ന്. അതിനുശേഷം ഇവർ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ലെങ്കിലും അടിക്കുന്നവരെ അടിക്കണ്ടെന്ന് പറയാനുള്ളൊരു ഇത് നമുക്കില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. ആ സമയത്ത് തന്നെ ഇവരെ കയ്യിൽ എന്താ പറയുക ഒരു പാക്കറ്റോളം കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പോഴുണ്ട് ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തത് ഈ തൻസീറിൻ്റെ ഫോണിലായിരുന്നു. ഈ ഫോണിൽ നിന്ന് ഈ തച്ചി എന്ന് പറയാം അവരെ അങ്ങനെ അവരെ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരാളെ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയണ്ട് ഇങ്ങനെ ഒരാളെ കോള് വരുന്നുണ്ട് എന്നുള്ള ഒരു ഷിജിൽ നിന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാളെ കോള് വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഞാൻ പറയാം. ഇവർ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് പെരുന്നാൾ ടൈമിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കുന്നു. ആ റൂം എടുത്ത ഹോട്ടലിലേക്ക് ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഇവരുടെ റിലേറ്റീവിനോട് വരാൻ പറയുന്നു. ആ റിലേറ്റീവും വന്നു. പിന്നെ അപ്പോൾ നേരം വൈകിക്കൊണ്ട് എന്നാൽ റിലേറ്റീവിനോട് അവിടെ കിടന്ന 2 റൂം ഉണ്ടായിരുന്നു. ആദ്യം ഒരു റൂം ഇവരുടെ ഫ്രണ്ട്സ് തന്നെ അവിടുന്ന് ലോക്കാക്കി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഉള്ള 2 റൂമിലായിട്ട് അവർ കിടന്നിട്ടുണ്ട്. ഇത് 2 റൂമിലാണോ 1 റൂമിലാണോ കിടന്നതെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് റിപ്ലൈ കിട്ടി കഴിഞ്ഞാൽ അറിയാം. എന്താണെന്നുണ്ടെങ്കിലും ഇവർ അന്നേ ദിവസം അവിടെ കിടന്നു. ഈ 2 ഫ്രണ്ട്സ് പോയല്ലോ, അതിൽ ഈ തച്ചി എന്ന് പറയുന്ന ആ ഒരു ചങ്ങാതിയാണ് പിറ്റത്തെ ദിവസം തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ വേറൊരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി വന്നു. ആ ഫ്രണ്ടിനെ ഇവർക്ക് അറിയില്ല. അങ്ങനെ ഇവർ ഒരു റൂം അവിടുന്ന് എന്ത് ചെയ്തു, വെക്കേറ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് റൂം അവരെന്ത് ചെയ്തു, വെക്കേറ്റ് ചെയ്യാതെ, അതായത് ഇവരെ പേരിലുള്ള റൂം വെക്കേറ്റ് ചെയ്യാതെ എല്ലാവരും കൂടി ഒരു റൂമിലേക്ക് വരുന്നു. ഈ തച്ചി എന്ന് പറഞ്ഞ ആളും വരുന്നു, തച്ചീൻ്റെ ഫ്രണ്ടും വരുന്നു, പുതിയൊരു ഫ്രണ്ടും വരുന്നു. ഇവർ ഈ പറഞ്ഞ 2 ലേഡീസും ആ ലേഡിയെ കൂട്ടാൻ വന്ന ആ ഒരു ഫ്രണ്ടും എല്ലാവരും കൂടി ആ റൂമിലിരിക്കുന്നു. അപ്പോഴാണ് ഈ കയ്യിൽ എന്തോ ഒരു സാധനം ഇവർ കണ്ടു എന്നുള്ളത് ഈ ലേഡി പറയുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് കോൾ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവരിതൊക്കെ ഉപയോഗിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മേ ബി അവരുടെ ഒരു ഹെൽപ്ലെസ് കണ്ടീഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവരിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരറിയാത്ത ആ ഒരു വേറൊരു ഫ്രണ്ടിൽ നിന്ന് വന്ന സാധനമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് തന്നെ ഇത് ഉപയോഗിക്കുകയോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ഐഡിയ കാണില്ല. എന്താണെങ്കിൽ അങ്ങനെ ഒരു സംഗതി ആ ഒക്കേഷൻ അവർക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നിയതാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കോള് വരുന്നുണ്ട്, കോൾ എടുക്ക് കട്ടാക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തച്ച് പെട്ടെന്ന് പുറത്ത് പോയി ഉള്ളിൽ കയറാം. അപ്പോൾ ഷംനാദ് പറയാം എക്സൈസ് വരുന്നുണ്ട്, ഓൻ വാൽക്കളിൽ നിന്നിട്ടുണ്ട്, എക്സൈസ് ആര് വരുന്നുണ്ട് എന്നിട്ട് ഓൻ വാൽക്കളിൽ നിന്ന് ഉള്ളോട്ടേക്ക് വന്നപ്പോൾ തച്ചി വേഗം അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് റീനാസ് ഒരു എന്താ പറയുക ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ റീനാസ് ആ റൂമിലേക്ക് കയറിയിരുന്നു. എന്തോ നമുക്ക് ഡൗട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. റൂമിലേക്ക് കയറി ഓൻ പുറത്തിറങ്ങിയിട്ടുണ്ടായി റീനാസ്. അപ്പം തന്നെ ഓൻ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ തച്ചി എന്താക്കി, ഈ കണ്ണാടി ഇടുന്ന ഒരു ബോക്സ് ഉണ്ട്, ഈ കൂളിംഗ് ഗ്ലാസ് ഇടുന്ന ബോക്സിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സാധനം ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് നൈസായിട്ട് എന്താ പറയുക ഒരു ഫിലിം കാണുന്ന ഫീലായിരുന്നു എനിക്ക്. അവർ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പുറത്തേക്ക് നടക്കലും എക്സൈസാറ് ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഉള്ളിൽ കയറലും. അപ്പം തന്നെ നമ്മളെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞതാ ഒരാൾ പുറത്ത് പോയി, 2 പുറത്ത് പോയി. ആര് പുറത്തു പോയി? ഒരാളും പുറത്തു പോയില്ല. നമ്മൾ കണ്ടില്ലല്ലോ. അവരങ്ങനെ തന്നെ പറഞ്ഞു. 10 പേരുണ്ടായിട്ട് വരെ ഒരാൾ പോലും അവരെ ബാക്കിൽ ഓടിയിട്ടില്ല. 50 ഗ്രാം 100 ഗ്രാം അധികം കൊണ്ടുപോകുന്ന ആളെ ബാക്കിൽ ഓടാതെ ഇവർ ഈ ചെറിയ സാധനം ഇവിടുന്ന് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചു കൊണ്ടുകൊണ്ട് എന്താവശ്യമുള്ളവർക്ക്. ഓക്കെ, ഇതാണ് ആ ലേഡി എനിക്ക് അയച്ച മെസ്സേജും വോയിസും. ഇതിനകത്ത് ഗ്രാമിൻ്റെ കണക്ക് അവർ പറയുന്നുണ്ട്, ഇതിനകത്ത് ഇവരുടെ ക്വാണ്ടിറ്റി ചെറുതെന്ന് പറയുന്നുണ്ട്, അവർ കൊണ്ടുപോയതിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ, ലൈക്ക് എനിക്കതിലൊരു ക്ലാരിറ്റി ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ റൂമിലേക്ക് വരുന്നു, ഇത് വെക്കുന്നു, പോകുന്നു. ഇത് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവർ ക്ലെയിം അനുസരിച്ചിട്ട് ഈ റൂമിനകത്ത് ഈ സാധനം ബാക്കിയിരിക്കുന്നു. എക്സൈസ് വരുമ്പോൾ പോയ ആൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല. CCTV ക്യാമറ ഓഫ് ചെയ്യുന്നു, എക്സൈസ് കയറി വരുന്നു.
എവിടുന്നോ ഇൻഫർമേഷൻ കൊടുത്ത് ഇവരെ കുടുക്കി എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ ലേഡി പറയുന്നത് ഇൻഫർമേഷൻ കൊടുത്ത് കുടുക്കിയതാണ്. കുടുക്കിയ വ്യക്തി ഈ റൂമിൽ നിന്ന് പോയ തച്ചിയാണോ എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ട്. ഈ തച്ചിയുടെ കയ്യിൽ നിന്ന് വന്ന സാധനമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ആ റൂമിൽ നിന്ന് പിടിച്ചതായിട്ട് എക്സൈസ് പറയുന്നതെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൂട്ടുകയാണ്. ഇതിൽ 2 കേസാണ് സംഭവിക്കാനുള്ളത്. ഈ ലേഡി ഇത്ര എന്താ പറയുക ഓപ്പണായിട്ട് ഇവരുടെ ഫ്രണ്ട്, ഞാൻ ചോദിച്ചു ഇവരോട്, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ പേര് ഇതിനകത്തുണ്ട്, നിങ്ങൾ കുറേ പേരുടെ പേരുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ഓപ്പണായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, ഞാനിപ്പോൾ ഈ വോയിസ് എടുത്ത് പ്ലേ ചെയ്ത് വീഡിയോയിൽ വെച്ചാൽ നിങ്ങൾക്ക് സീനുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം ഞാൻ എവിടെയും തെറ്റി. ഈ ലേഡി അങ്ങനെ പറയുന്നത്, ഞാൻ എവിടെയും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇതിൽ പെട്ടതാണ്, ഇവരെന്നെ കുടുക്കിയതാണ്. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് പുറത്ത് അടിച്ചു പൊളിച്ച് കറങ്ങാൻ വേണ്ടി വന്ന ആളെ ഇവരെല്ലാവരും കൂടി ഈ റൂമിനകത്ത് ഇങ്ങനത്തെ ഒരു സീനിനകത്ത് കൊടുന്നിട്ടു. ഇന്നെ എന്തിനു പെടുത്തി എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതിനാണ് ഞാൻ ഓപ്പണായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഓപ്പണായിട്ട് പറയാൻ കാരണം എനിക്കറിയണം. ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇതിൻ്റെ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാറില്ല. പക്ഷേ ഇവർ ഇത്ര കൂളായിട്ട് ഇത് ചെയ്തിട്ട് പോകുമ്പോൾ എന്നെ അതിലെന്തുകൊണ്ട് കൊണ്ടുവന്നു ഇട്ടു, എനിക്ക് വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, എനിക്കത് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് അയക്കുന്നത്. സോ അവരത് ഓപ്പണായിട്ട് അങ്ങനെ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ പറയാൻ അവർ റെഡിയാണ്, ഫേസ് കാണിക്കാൻ റെഡിയാണ്, ന്യൂസിന് മുന്നിൽ പോകാൻ റെഡിയാണ്. ഇന്നവർ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. ഓക്കെ, സോ അവിടെയാണ് എൻ്റെ ഡൗട്ട്സ്. അതിൻ്റെ മുകളിലാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. മേ ബി 2 വേർഷനായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇവരൊന്നും അറിയാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ഗ്യാങ്ങിലുള്ളവർ പണിഞ്ഞു, ഓക്കെ, നല്ല രീതിയിൽ പണി. അല്ലെങ്കിൽ ഇവർക്ക് ഈ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നത് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, ഓക്കെ, എല്ലാ കാര്യങ്ങളും അറിയാം, ബട്ട് ഫ്രണ്ട്സാണ്, അവരൊന്നും പറയുന്നില്ല. ഈ ഒരു കുടുകിൽ കുടുങ്ങിയപ്പോൾ വരും പെട്ടു. ഇനിയിപ്പോൾ അത് പറയാതിരുന്നൊരു കാര്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഇവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ 2 ഫ്രണ്ട്സിനെ പറയുന്നു, അവരിവർക്ക് അറിയില്ല. പിന്നെ ഇവരുടെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവരെ ചതിച്ചു, ഇവരെ പെടുത്തി എന്നുള്ളതാണ് ഇവരുടെ ഡൗട്ട്. ഓക്കെ, മനഃപൂർവ്വം ഇവരെ പെടുത്തി ഈ ഫ്രണ്ട്സ്. അത് എന്ത് ഗ്രഡ്ജിൻ്റെ മുകളിലാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ളതൊന്നും അങ്ങോട്ട് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കൈൻഡ് ഓഫ് അഫെക്ഷൻ ഇത് ചെയ്ത വ്യക്തിക്ക് ഈ കുട്ടിയോടുണ്ടായിരുന്നു എന്നും അതിൻ്റെ മുകളിൽ മേ ബി ചെയ്തതാണ് എന്നുള്ളതുമാണ് അവരുടെ ഒരു വേർഷൻ. അതിലൊരു ക്ലാരിറ്റി ഇല്ല. ബട്ട് സ്റ്റിൽ അവർ പറയുന്നത് അവർ പെട്ടതാണ്. ബാക്കി കേൾക്കാം. അത്രയും വലിയ സാധനം കൊണ്ടുപോയിട്ടുണ്ട്, അത്രയും വലിയ സാധനം കൊണ്ടുപോയിട്ട് നിങ്ങൾ ക്യാമറ നോക്കുമെന്ന് പറയുമ്പോൾ അവിടുത്തെ ക്യാമറ CCTV ക്യാമറ ഫുൾ അവർ ഓഫാക്കിയിട്ടാണ് തോന്നുന്നുണ്ടായത്. ഒന്നും അവിടെ എല്ലാ ഹോട്ടൽ റൂമുകാരും അവിടെ റിസപ്ഷൻ പോയും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആ ചെക്കൻ പോലും ഈ തച്ചി എന്ന് പറഞ്ഞ ആ ചെക്കൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം ഇവന് എൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിച്ചാൽ ഇന്നലെ രാത്രി പോലും നീ ഓൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, നീ വെറുതെ കളവറല്ല. അപ്പോൾ ഈ എക്സൈസുകാർ പറയും ഓനോ ഇങ്ങനെ തോളിലെല്ലാം കേട്ടിട്ട് അവിടെ പൊട്ടാ നീ ഉണ്ടായിരുന്നോ എന്നെല്ലാം പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ചിട്ട് അവിടെ തമാശ പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. ഒരു എക്സൈസുകാർ വരുമ്പം ഒന്നില്ലെങ്കിൽ മിനിമം ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ ആരെങ്കിലും കൂട്ടിയിട്ട് കയറണമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഫോണിൽ തന്നെ ഒരു ക്യാമറ തുറന്നിട്ട് അവരെ നമ്മളെ റൂമിലേക്ക് കയറണമായിരുന്നു. അല്ലാതെ അവരെന്നെ അവിടുന്ന് ഒരു തീപ്പെട്ടി എടുത്തിട്ട് ഇതായി സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റക്കാരാക്കേണ്ട എന്താ ആവശ്യമുള്ളത്? എന്നിട്ട് ലാസ്റ്റ് ഇനി ഇവരെ വീഡിയോ എടുത്തു എന്നിട്ട് നമ്മളെ വീഡിയോ എടുക്കൽ. കാരണം എനിക്കറിയണം ഈ തച്ചി എന്ന് പറഞ്ഞവർ ആ സ്ഥലത്ത് റൂം എടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവര് റൂം എടുത്തിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്ത് ഇവരെ ബാക്കിലേക്ക് എന്തുകൊണ്ട് ഇത്രയും ഒരാൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ 10 ആളിൽ ഒരാൾ പോലും എന്തുകൊണ്ട് ഓടിയിട്ടില്ല അവരെ ബാക്കിൽ? എന്തുകൊണ്ട് അവർ CCTV എടുത്ത് നോക്കില്ല? തച്ചിൻ്റെ ഫോണും തച്ചിൻ്റെ ഒരു ലാപ്ടോപ്പ് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ട് പോലും തച്ചിനെ എന്തുകൊണ്ട് അവർ വിളിപ്പിച്ചില്ല? ഈ ഷിജിൽ കുമാർ എന്ന് പറയുന്ന എക്സൈസിൻ്റെ ഇൻസ്പെക്ടർ, അയാൾ എൻ്റെ മുന്നിൽ നിന്നാണ് തച്ചിൻ്റെ ഫോൺ എടുത്തിട്ട് നോക്കിയതും ആ തച്ചിൻ്റെ ഫോണിൽ പല കാര്യങ്ങൾ അയാൾ കണ്ടിട്ടും ഗൂഗിൾ പേ ഡീറ്റെയിൽസും ഒക്കെ കണ്ടിട്ടും എന്തുകൊണ്ട് തച്ചിന് ഇന്നേ വരെയായിട്ട് അവർ അവിടത്തേക്ക് വിളിച്ചില്ല? എന്തുകൊണ്ട് അവരെ പേരിൽ ഒരു കേസ് എടുത്തിട്ടില്ല? എന്താണ് ഇതിൻ്റെ ഒക്കെ എന്താ കാര്യം? ഇവർക്ക് എന്ത് കിട്ടി? ഇവരെത്ര വാങ്ങിയാകാന്ന് എനിക്കറിയാണ്ട്. ഇവരെത്ര വാങ്ങിയിട്ടുണ്ടാവും എനിക്കറിയില്ല. എൻ്റെ ജീവിതം വെച്ചിട്ട് ഇവരെല്ലാവരും കളിച്ചത്. എൻ്റെന്നല്ല, ചെയ്യാത്ത എല്ലാവരുടെ ജീവിതം വെച്ചിട്ട് ഇവർ കളിച്ചത്. ഇവർ തന്നൊരു ജ്യൂസും അവർ തന്നൊരു ബിരിയാണിയും തന്നൊരു ബന്ധമല്ലാതെ ആ റൂമിൽ എന്താ നമ്മൾ ചെയ്തത്? കുറേ കാലം മുന്നേ ഇവർ ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒറ്റിട്ട് കൊടുത്തതൊന്നും നമുക്കറിയില്ല. ഇന്നലെ തച്ചി എന്ന് പറഞ്ഞ ചെക്കൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. എൻ്റെ കോൾ ഹിസ്റ്ററി എടുത്താൽ മനസ്സിലാവും, എൻ്റെ കയ്യിൽ എന്താ സംസാരിച്ചെന്നുള്ള എല്ലാം മനസ്സിലാവും. ഓൻ ഇന്നലെ എടുത്തിട്ട് പറഞ്ഞു ആ തീപ്പെട്ടി ചിപ്പി ഞാൻ എല്ലാ സാധനവും എടുത്തിരുന്നു, ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനവും ഞാൻ എടുത്തിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ തച്ചി എന്നെ ഒറ്റിയത്? ഞാൻ ഒന്നും ചെയ്യാതെ എന്തിനു വേണ്ടിയിട്ട് എന്നെ ഒറ്റിയത്? നിങ്ങൾക്ക് എന്തായിരുന്നു വേണ്ടത്? എന്തിനു വേണ്ടി എന്നെ ഒറ്റിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എല്ലാ സാധനവും എൻ്റെ സാധനം മൊത്തം ഞാൻ എടുത്തിട്ടാണ് ഞാൻ പോയത്. പിന്നെ ആ തീപ്പെട്ടി എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതാ, അതെങ്ങനെ അവിടെ വന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തച്ചി പറയുന്ന എല്ലാം
ഇപ്പം ഞാൻ ഇതാ വേറെ കുറേ ആൾക്കാർ വിളിച്ച് ആ തച്ചിൻ്റെ ഫോൺ ആ എക്സൈസുകാരുടെ അടുത്തുണ്ട്. അവരാര് പോയിട്ട് വാങ്ങാനാ? ഈ വോയിസിൽ ഇവർ പറയുന്ന ഷിജിൽ കുമാർ എന്ന് പറഞ്ഞ എക്സൈസിൻ്റെ ഓഫീസർ, ഇതിന് മുമ്പ് ഞാൻ പ്ലേ ചെയ്ത വോയിസിനകത്ത് ഈ തച്ചിയുടെ ഫോൺ അവിടെ ഇരിക്കുമ്പോൾ അതിലേക്ക് ഷിജിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കോൾ വരുന്നു എന്നുള്ളത് ഈ ലേഡി പറയുന്നുണ്ട്. ആ കോൾ വന്നതിനെ തുടർന്നിട്ട് ഈ തച്ചി നേരെ ഇവരിയ്ക്കുന്ന റൂമിൻ്റെ ബാൽക്കണിയിൽ ചെല്ലുന്നു. അവിടെ പെട്ടെന്ന് കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നിൽക്കുന്നു, പിന്നെ എക്സൈസ് വരുന്നു എന്ന് പറഞ്ഞു ഇവർ പോകുന്നു. ഇതൊക്കെയാണ് ഈ ലേഡിക്ക് സംശയം എന്ന് പറയുന്നത്. ഈ ലേഡിയെ അടക്കം ബാക്കിയുള്ളവരെ ഈ തച്ചി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇട്ട് കൊടുത്തതാണോ, ബാക്ക് സ്റ്റാബ് ചെയ്തതാണോ, അത് എന്തിൻ്റെ കാരണവശാൽ അല്ലെങ്കിൽ എന്തിൻ്റെ കാരണം കൊണ്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന സാധനമാണ് അവിടെ വെച്ചിട്ട് പോയത്. അപ്പോൾ ഇത് മനഃപൂർവ്വം വെച്ചതാണോ, എക്സൈസ് വരുമ്പോൾ എക്സൈസിന് ഇട്ട് കൊടുത്തതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ലേഡി ചോദിക്കുന്നത്. ഈ ലേഡിക്ക് അറിയേണ്ടതും അതാണ്. ഈ ലേഡി ആ പറയുന്ന സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചില കേസുകളിൽ ഇങ്ങനത്തെ ഇട്ടുകൊടുക്കൽ പരിപാടികൾ സ്ഥിരമായിട്ട് ഇതേ ഡീലിങ് നടത്തുന്ന ആളുകൾ, ടാൻസാഫുമായിട്ടും എക്സൈസുമായിട്ടും ബന്ധമുള്ളവർ, നമുക്കൊക്കെ അറിയാം ടാർഗറ്റ് തയ്ക്കുന്ന പരിപാടിയൊക്കെ ഈ പോലീസിനകത്തും ഈ എല്ലാ പരിപാടിയിലും ഉണ്ടടി, എക്സൈസിലും എല്ലായിടത്തും ഉണ്ട്. ഒരു സെൻസേഷണൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ്, കുറച്ച് സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസ് കിട്ടാനൊക്കെ പല രീതിയിലുള്ള പരിപാടികൾ കളിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുള്ള ഒരു സംഗതികളൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. സോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയിലേക്ക് ഇത് ഇട്ട് കൊടുത്താണോ എന്നൊക്കെ ഈ ലേഡി സംസാരിച്ചപ്പോൾ എനിക്ക് സംശയം വന്നു. ഞാൻ എവിടെയും ഇത് ഇങ്ങനെയാണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല കേട്ടോ. ഈ ലേഡീൻ്റെ വേർഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ. കാരണം ഇത് കേരളത്തിൽ അത്യാവശ്യം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ന്യൂസ് ആയതുകൊണ്ടും ഈ ലേഡി ഓപ്പണായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടും ഞാൻ ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ അവർ ഓപ്പണായിട്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ടും ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓഫീസിലേക്ക് 10 മണിക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ വിടുന്നത് 3 മണിക്കാണ്. അതായത് ക്യാമറ ഇല്ലാത്ത സർക്കിൾ ഓഫീസിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുപോയി തളിപ്പറമ്പ്. അവിടുന്ന് 3 മണിക്കാണ് നമ്മൾ ക്യാമറ ഉള്ള നമ്മൾ വീട്ടുകാരുള്ള ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. ആ 3 മണി വരെ ഇവർ നമ്മൾ ആ സർക്കിൾ ഓഫീസ് നിർത്തിയിട്ട് നമ്മളോട് അവർ ബിരിയാണി കൊണ്ടുവരാം, അവർ എന്താ പറയുക ഫുഡ് കഴിക്കാൻ കൊണ്ടുവരാം, നമ്മളോട് കൈക്ക് പറയാം, നമ്മൾ ഇതാക്കുക. പിന്നെ ഓരോരാളെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക. ആ ഇൻസ്പെക്ടർ സർക്കിൾ ഓഫീസിലേക്ക് അവർ ഷിജിൽ കുമാർ എന്ന് പറഞ്ഞാൽ അയാളുടെ റൂമിലേക്ക് ഓരോരാളെ പെമ്പിള്ളേർ കൊണ്ടുപോയിട്ട് ഇയാൾ എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് എൻ്റെ ഫോണിലെ ചാറ്റും കാര്യങ്ങളും വായിച്ചു നോക്കി, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉള്ള ഫോണാണ്. അത് നോക്കിയിട്ട് ഇയാൾ ചിരിക്കുക, വായിച്ചു നോക്കുക. എൻ്റെ ഗേൾസ്, ഞാൻ പറഞ്ഞു സാറ് ഗേൾസിൻ്റെ മെസ്സേജിൽ സാർ എന്തിനാ സാർ ഇങ്ങനെ നോക്കേണ്ട ആവശ്യം, എൻ്റെ ഫോണിലൊന്നും ഇല്ല. കുറേ വട്ടം നോക്കിയ ഫോണിൽ പിന്നെയും നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ കേട്ടിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളെന്നാൽ നോക്കിയിരിക്കുക, എനിക്കിതൊന്നും കാണാൻ പറ്റില്ല, ഞാൻ അവിടെ പോയി ഇരിക്കാൻ. ആദ്യം ഞാൻ പോയിരുന്നു, പിന്നെ എന്നെ വിളിച്ച്, പിന്നെ എന്നോട് പറഞ്ഞു ആ റൂമിൽ വന്നപ്പോൾ പോലും ഞാൻ പറയുന്നുണ്ട് അവരോട്, നമ്മൾ ഫീലിങ്സ് വെച്ച് കളിക്കല്ലേ, നമ്മളൊന്നും ചെയ്യല്ലേ, നമ്മൾ ചെയ്യാത്ത ആൾക്കാരാണ്, ഞാൻ മരിച്ചിട്ടാണെങ്കിൽ ഈ സത്യം തന്നെ തെളിയിക്കുന്നത് പറയുമ്പോൾ അവർ ചിരിച്ചിട്ട് പറഞ്ഞ് അവർ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ ഒക്കെ അവരുടെ അടുത്തുണ്ട്, അവരതൊന്നും ഇടുന്നില്ല പുറത്ത്. അവർ വേണ്ടാത്ത വീഡിയോ ഒക്കെ ഇടുന്നത്, ഞാൻ ഈ പറയുന്ന വീഡിയോസ് എല്ലാം അവർ കയ്യിലുണ്ടായി, അവർ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം അവരിങ്ങനെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അവർ കട്ടാക്കുക. അതിനുശേഷം ഇവരെ ഓഫീസിനുള്ളിൽ നിന്ന് 3 മണിക്കാണ് നമ്മൾ ആ സമയം വരെ നമ്മൾ പരമാവധി ഇങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചോദ്യം ചെയ്ത് അതാക്കി ഞാൻ ഒരിക്കലും ഇത് എൻ്റെ നിരപരാധം തെളിയിക്കുന്നതോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ എന്തെന്നെ ചെയ്താലും ഇവർ ഈ ചെയ്തത് ശരിയില്ല. ഇന്നിപ്പോൾ ഞാനല്ല, നാളെ വേറൊരാളാണെങ്കിൽ പോലും ഇവർ ഈ ചെയ്തത് ശരിയില്ല. മെൻ്റലി എങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ അവർ നോക്കി ഭയങ്കരമായിട്ട് എനിക്ക് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും മോശം രീതിയിലാണ് അവർ നമ്മളോട് സംസാരിച്ചത്. അത്രയൊക്കെ ഞാൻ പറഞ്ഞു, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു, നമ്മൾ ഫീലിങ്സ് വെച്ച് കളിക്കല്ലേ, ഇങ്ങൾക്കില്ല മക്കൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അവർ കേൾക്കാൻ നിൽക്കുന്നില്ല. 10 മണി തൊട്ടിട്ട് തല പൊട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവരവിടെ ഇരുത്തിയിട്ട് 3 മണിക്കാണ് ക്യാമറയുടെ ഓഫീസിൽ കൊണ്ടുപോയി പലവട്ടം അയാൾ ഓഫീസിൻ്റെ റൂമിനുള്ളിൽ കയറ്റിയിട്ട് ചോദ്യം ചെയ്ത് അയാൾ എന്നെ അവിടെ നിർത്തിച്ച്. ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് അവർ പറഞ്ഞാലും, എന്നെ എത്ര അവർ വീഡിയോസ് ഇട്ടാലും, എന്നെ കുറ്റം പറഞ്ഞാലും, ഞാൻ നാട്ടുകാർ മുന്നിൽ നാണം കിട്ടാൻ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഈ സത്യം എന്താണെന്ന് നമുക്ക് അറിയണം. ഇനി ഇവർ ഈ ചെയ്ത പോലെ ഇനി ചെയ്യാൻ നിൽക്കരുത്. ഒരിക്കലും ഒരാളോടും, പെണ്ണല്ല ആണല്ല ആരോട് പോലും അവരിങ്ങനെ ചെയ്യരുത്. ഇല്ലാത്ത കുറ്റം തലയിലെടുത്ത് വെച്ചിട്ട് ഇത് നിന്റെ തന്നെയാണെന്നുള്ളത് പറയണമെന്നും ക്ലോസിൻ്റെ ഉള്ളിൽ നീ കൈയ്യുടെ നിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടണമെന്ന് പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പറ്റൂല, ഞാൻ ചെയ്യാത്ത തെറ്റ് ഞാൻ ഏറ്റെടുക്കില്ല. അപ്പോൾ തൊട്ട് തുടങ്ങിയത് അവർക്ക് എന്നോടുള്ള ദേഷ്യം, എന്നെ റൂമിൽ വിളിച്ചിട്ട് ഇതാക്കുക, അങ്ങനെ പറയും ഇങ്ങനെ പറയാം, ചിരിക്കുക, അവർ കളിക്കുക. അവർക്കെന്തോ എന്താ പറയുക, ഇതുവരെ കേസൊന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു കേസ് കിട്ടിയ പോലത്തെ. നിങ്ങളിപ്പോൾ കേട്ടത് ഈ ലേഡീനെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് ഇവർ അനുഭവിച്ച എക്സ്പീരിയൻസുകളാണ്. വളരെ മോശമായിട്ടുള്ള ബിഹേവിയറാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനുശേഷം അവിടെ ഇവരുടെ ഫോണോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത സമയത്തും ഫോണിലെ ചാറ്റുകൾ വായിക്കുന്ന സമയത്തൊക്കെ ഒരു വളരെ മോശമായ മിസ്ബിഹേവിയർ വെർബലി ആണെന്നുണ്ടെങ്കിലും നോട്ടം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ ലേഡിയുടെ നേരെ ഉണ്ടായി എന്നൊക്കെയാണ് അവരുടെ ഒരു ക്ലെയിം. അവരതിൽ ഭയങ്കര സങ്കടപ്പെട്ട് എന്നോട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആണിപ്പോൾ നിങ്ങൾ കേട്ടത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഞാൻ പറയുകയാണ്, ഈ ലേഡി ഇങ്ങനെ വരുന്നു, അവരുടെ ഒരു കേസും ഫോട്ടോയും കാര്യങ്ങളും വരുന്നു. ഓബിയസ്ലി അവർക്ക് ഫാമിലി പ്രഷർ ബാക്കി കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ മുകളിലൊക്കെ അവർ ഓൺ ദ ടോപ്പ് അവർ നേരെ വരുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്നു.
എനിക്കിതിൻ്റെ സത്യം അറിയണമെന്ന് പറയുന്നു. ഇന്ന് SP ഓഫീസിലും അവിടെ എവിടെയും പോയി കേസ് കൊടുക്കുന്നു. കോൾ റെക്കോർഡ്സ് ഉണ്ട് അവരുടെ കയ്യിൽ. ഇത് ഏത് വ്യക്തി, അതായത് അവരുടെ റൂമിൽ നിന്ന് പോയ തച്ചി എന്ന് പറഞ്ഞ വ്യക്തി, അയാളുടെ കയ്യിലുള്ള സബ്സ്റ്റൻസിൻ്റെ ബാക്കിയാണ് അവിടെ ഇരുന്നതെന്നുള്ളത് ആ ചങ്ങാതി എൻ്റെതാണെന്ന് പറയുന്ന വോയിസ് റെക്കോർഡടക്കം അവർ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. എക്സൈസ് പെട്ടെന്ന് റൂമിലേക്ക് കയറി വരുന്നു. അതിന് മുമ്പ് എക്സൈസ് ഓഫീസറിൻ്റെ ഒരു കോൾ ഈ തച്ചിക്ക് വരുന്നു. തച്ചി അതിനെ കൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. തച്ചിനെ മാത്രം അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ഓടിക്കയറുന്നു 2 പെണ്ണുങ്ങൾ, ബാക്കി 2 ആണുങ്ങൾ എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുന്നു. ഇവരെ നിർബന്ധിപ്പിച്ച് ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എവിടെയൊക്കെയോ മേ ബി ഒരു ഫാബ്രിക്കേറ്റഡ് സാധനം ആവാൻ ചാൻസസ് അതേർ. ഓറൽസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് സംശയം തോന്നി ഇത് അവർ ഇനിയിപ്പോൾ വന്നിട്ട് ന്യായീകരിക്കുന്നതാണെന്നുള്ളതും തോന്നാം. അപ് ടു യു ഗൈസ്. പബ്ലിക്കായിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ആ ലേഡിയുടെ അവരുടെ പ്രൊഫൈലിൽ. സോ ഞാൻ അതിൻ്റെ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് വേർഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ. ആ ലേഡിയും കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ആ ലേഡി പറയുന്ന അവർ വലിയ കേസില്ലാതാണ്. ആ ലേഡി അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞ് ഓപ്പണായിട്ട് ഇട്ടോളാനാണ് എന്നോട് പറഞ്ഞത്. എല്ലാ പേരുകളും കാര്യങ്ങളും ഔട്ട് ചെയ്തോളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. സോ ലെറ്റ് സി. അറിയില്ല നാളെ ഇത് മെയിൻ സ്ട്രീം മീഡിയാസ് ടേക്കപ്പ് ചെയ്യുമോ, ഈ ലേഡി അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ടേക്കപ്പ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ അവർ ഹയർ അതോറിറ്റീസിന് കേസ് കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ ഒരു ഫാബ്രിക്കേഷൻ നടന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ ഫ്രണ്ട്സ് ഗ്യാങ്, നമ്മൾ പോയിരിക്കുന്ന സ്ഥലങ്ങൾ അത്യാവശ്യം ഇതേപോലെയൊക്കെ യൂസേജുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ആരെയും ഇൻസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നിർത്തിയേ പറ്റൂ, നിർത്തിക്കോ, നീ ഇത് ഉപയോഗിക്കരുത്. നമ്മൾ വിട്ടുപോരുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് രക്ഷയുള്ളൂ. പിന്നെ നമ്മൾ ചുറ്റുപാടുള്ള സൊസൈറ്റിയിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിൽ നമ്മൾ ചതിക്കപ്പെടാം. സ്വന്തം ഫ്രണ്ട്സിൽ നിന്നും ചതിക്കപ്പെടാം. അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യം തോന്നി ആരെങ്കിലും നാളെ, ഞാൻ ഇപ്പോൾ കാറിലിരിക്കുകയാണ്, കാറിൽ സംസാരിക്കുകയാണ്, പെട്ടെന്ന് എൻ്റെ കാറിലേക്ക് ആരെങ്കിലും ഓടിക്കയറാം. ഇല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും ഞാൻ കാറ് വെച്ചിട്ട് പോകുന്ന വഴിക്ക് ഒരു ഗ്ലാസ് താന്നിരുന്നാലോ, ഡോറൊന്ന് ലോക്കാക്കാതെ. ഞാൻ ഇപ്പോൾ നല്ല നോക്കലുണ്ട്. കാരണം ആരെങ്കിലുമൊക്കെ ഡോറിലൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നാളെ പൊക്കി കഴിഞ്ഞാൽ യൂട്യൂബർ ഇത് പൊക്കിയെന്നൊക്കെ പറയും. മനസ്സിലായോ? ഞാൻ ഇതുവരെയായിട്ട് ഒരു സാധനം ഉപയോഗിക്കത്തില്ല. ലുക്ക് മാത്രമേ മുടിയും താടിയും ടാറ്റും ഉള്ളൂ. ടീറ്റോട്ടലറിന് അപ്പുറത്തെ വേർഷനാണ് ഞാനൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചതിക്കാൻ വേണ്ടി എന്തും ചെയ്യണേ, പറയാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാന്നേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഈ ലേഡിയുടെ ഈ ഒരു വേർഷൻ കണ്ടപ്പോൾ അവരെന്നോട് ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൂ. റെസ്റ്റ് ഈസ് അപ് ടു യു. ബാക്കി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു തോട്ട് പറ.